ഓരോരുത്തരന്മാരെയായി ചോദ്യം ചെയ്തപ്പോൾ അവനല്ല പറയാ ഞാൻ ഒറ്റക്കല്ല എന്നാ പറയുന്നത്. പിന്നെ ആരൊക്കെയെന്ന് വെച്ചാൽ അതിങ്ങനെ വന്ന് മേലേക്ക് വരിക. ഇപ്പം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വരെ എത്തി. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് കാണണ്ട, പഴയ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇപ്പത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പഴയ ഏരിയ സെക്രട്ടറി, 36ാമത്തെ വയസ്സിൽ MLA, പാർട്ടിയുടെ എല്ലാമായിരുന്ന ഒരാള്. അയാൾ പാർട്ടി തീരുമാനിച്ച് AKC സെന്ററിൽ നിന്ന് കത്ത് കൊടുത്തിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയപ്പോ ഈ പാവം ഭക്തൻ വിശ്വാസി ശബരിമല പോവാൻ നോമ്പെടുത്ത് വ്രതമെടുത്ത് 41 ദിവസം കാത്തിരുന്ന് അവിടെ ചെന്ന് മല ചവിട്ടി മേലെ കയറി 18ാം പടി ചവിട്ടി ശ്രീകോവില് തുറക്കുമ്പോ നിറഞ്ഞ കണ്ണുകളും തൊഴുന്ന കൈകളുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൊന്നയ്യപ്പനെ കാണുന്ന പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസത്തെയും അവിടുത്തെ നടത്തിപ്പും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവൻ ശ്രീകോവില് തുറക്കുമ്പോ അവൻ അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല, പൊന്ന് മാത്രം കണ്ടിട്ട് അയ്യപ്പന്റെ പൊന്ന് അടിച്ചു മാറ്റാൻ മടിക്കാത്തവർക്കെതിരെ പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു നല്ല സഖാവ് ആയിരിക്കും. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർത്തിച്ചു തുപ്പുന്നൊരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. ഓരോരുത്തരന്മാരെയായി ചോദ്യം ചെയ്തപ്പോ അവനല്ല പറയാ ഞാൻ ഒറ്റക്കല്ല എന്നാ പറയുന്നത്. പിന്നെ ആരൊക്കെയെന്ന് വെച്ചാൽ അതിങ്ങനെ വന്ന് മേലേക്ക് വരിക. ഇപ്പം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വരെ എത്തി. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് കാണണ്ട, പഴയ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇപ്പത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പഴയ ഏരിയ സെക്രട്ടറി, 36ാമത്തെ വയസ്സിൽ MLA, പാർട്ടിയുടെ എല്ലാമായിരുന്ന ഒരാള്. അയാൾ പാർട്ടി തീരുമാനിച്ച് AKC സെന്ററിൽ നിന്ന് കത്ത് കൊടുത്തിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയപ്പോ ഈ പാവം ഭക്തൻ വിശ്വാസി ശബരിമല പോവാൻ നോമ്പെടുത്ത് വ്രതമെടുത്ത് 41 ദിവസം കാത്തിരുന്ന് അവിടെ ചെന്ന് മല ചവിട്ടി മേലെ കയറി 18ാം പടി ചവിട്ടി ശ്രീകോവില് തുറക്കുമ്പോ നിറഞ്ഞ കണ്ണുകളും തൊഴുന്ന കൈകളുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൊന്നയ്യപ്പനെ കാണുന്ന പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസത്തെയും അവിടുത്തെ നടത്തിപ്പും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവൻ ശ്രീകോവില് തുറക്കുമ്പോ അവൻ അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല, പൊന്ന് മാത്രം കണ്ടിട്ട് അയ്യപ്പന്റെ പൊന്ന് അടിച്ചു മാറ്റാൻ മടിക്കാത്തവർക്കെതിരെ പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു നല്ല സഖാവ് ആയിരിക്കും. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങൾ